മാലിക് എന്ന സിനിമ എന്ത് പറയുന്നു? മാലിക് ഒരു ഇപ്പം ഇത്രയും വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഒരു വലിയൊരു എന്താ പറയുക ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് മാലിക് എന്ന് പറയുന്ന സിനിമ. കാരണം പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമ, ഞാൻ അത്രയും വലിയ ക്യാൻവാസിലുള്ള സിനിമയിൽ അതുവരെ അഭിനയിച്ചിട്ടില്ലായിരുന്നു. രണ്ട്, ഭയങ്കര നമ്മൾ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്രൂ, അതിൻ്റെ ഡയറക്ടർ മഹേഷ് നാരായണൻ, അതിൻ്റെ സിനിമോട്ടോഗ്രാഫർ, അതിൻ്റെ പ്രൊഡ്യൂസർ, എല്ലാ ക്രൂ. പിന്നെ കാസ്റ്റ്, അതായത് നമ്മളിപ്പോൾ എല്ലാവരും കൂടെ അഭിനയിക്കാൻ കൊതിക്കുന്ന ഫഹദ് ഫാസിൽ, വിനയ് ഫോർട്ട്, അങ്ങനെയൊക്കെയുള്ള ആക്ടേഴ്സ്, നിമിഷ സജയൻ, ദിലീഷ് പോത്തൻ, അങ്ങനെ ഒരു ബിഗ് സ്റ്റാർ കാസ്റ്റ്. പഴയ കാലത്ത് ജോജു ജോർജ്, നമ്മളുടെ ജലജ ചേച്ചി, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു വലിയ ബിഗ് ഫിലിമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടർ, അത് കാലഘട്ടങ്ങൾ മാറി വരുന്നു. ഒരു 5 വയസ്സ് മുതൽ 60 വയസ്സ് വരെ നമുക്കതിൽ അഭിനയിക്കണം. അപ്പോൾ ഈ 5 വയസ്സ് മുതൽ ഒരു 20-25 വയസ്സ് വരെ വേറെ ചൈൽഡ് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 30 വയസ്സ് മുതൽ പിന്നെ നമ്മൾ രൂപമാറ്റം വരുത്തി കയറുകയാണ്. പിന്നെ 60 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സിനിമയിൽ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ഡയറക്ടർക്ക് നിർബന്ധം നമ്മൾ തിരുവനന്തപുരം ഈ ഒരു തീരമേഖലയിലുള്ള ഒരു സ്ലാങ്ങിൽ സംസാരിക്കണം. അപ്പോൾ നമ്മൾ പൊതുവെ എറണാകുളം സൈഡ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു സംസാരമില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ട്രെയിനിങ് എടുക്കാൻ പറഞ്ഞു. നമുക്ക് വേറെ ആളുകളെ തന്നു, അല്ലെങ്കിൽ അവർ വോയിസ് റെക്കോർഡ് ചെയ്ത് തന്നു, ഡയലോഗ്സ് നേരത്തെ. അത് 2, നമ്മൾ ഈ രൂപമാറ്റം എങ്ങനെ വരുത്തും. അപ്പം നമ്മൾ നേരെ റിവേഴ്സ് പ്രോസസ്സിലാണ് ചെയ്തത്. അത് ഞങ്ങളെല്ലാവരും കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തടിയൊക്കെ വെച്ച് താടി മുടിയെല്ലാം വളർത്തി, കുറച്ച് വളർത്തി അതിൽ കുറച്ച് ഗ്രേ ഒക്കെ വന്ന് പ്രായമായ ഗെറ്റപ്പിൽ തുടങ്ങി. ആ ഷൂട്ടിങ് തുടങ്ങി റിവേഴ്സ് ഓർഡറിൽ. പിന്നെ കുറച്ച് മുടി വെട്ടി താടി വെട്ടി. പിന്നെ ഭക്ഷണമില്ല. ഇടയ്ക്ക് 1 മാസം ബ്രേക്ക്, 1-2 മാസം ബ്രേക്ക് വന്നു. ശരിക്കും ഭക്ഷണം കുറച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും അത് ചെയ്തു. ഫഹദ് ചെയ്തു, ദിലീഷ് പോത്തനൊക്കെ ചെയ്തു. എല്ലാവരും തടി 5 കിലോ 8 കിലോ ഒക്കെ കുറച്ചു. ഇതിനു വേണ്ടി തടി കുറച്ച്, ഇതിനു വേണ്ടിയിട്ട് ഹെയറെല്ലാം കട്ട് ചെയ്ത്, മീശ വരെ ഷേവ് ചെയ്ത്, ഈ പറഞ്ഞ ആ ഒരു ഗെറ്റപ്പിലേക്ക് ആയി. വർക്കിനും പോകാൻ പറ്റില്ല. അതാ പറഞ്ഞു, ഒരു ഏകദേശം ഒരു 6-7 മന്ത്സോളം ഇതിൽ സ്റ്റക്കായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു പ്രോജക്റ്റിന്റെ ഒപ്പമായതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടി സഹകരിച്ചു. കുറേ സിനിമ അഭിനയിച്ചല്ലോ. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അംഗീകരിച്ച ഒരു കഥാപാത്രം ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ അവിടെ വന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലുക്കാ ചുപ്പിയിലെ ബെന്നി ചാക്കോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അതിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വളരെ സ്മാർട്ട്, ഏറ്റവും കൂടുതൽ മാർക്ക് റാങ്ക് മേടിച്ച ഒരാൾ, ഒരു സ്റ്റുഡൻറ്റ്. ഇതേ സ്റ്റുഡൻസൊക്കെ തന്നെ ഒരു 15 വർഷത്തിന് ശേഷവും ഗെറ്റ് ടുഗദർ നടത്തുന്ന സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷയിൽ സാധനങ്ങളുമായിട്ട് വരുന്ന ഇയാളാണ്. അപ്പോൾ അയാളുടെ ലൈഫ് മൊത്തം മാറി മറിഞ്ഞ് അയാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി. അയാൾ കാണുന്നത് അയാളുടെ കൂടെ പഠിച്ച് നല്ല രീതിയിലുള്ള ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദറാണ് കാണുന്നത്. അങ്ങോട്ട് വരുന്ന ഈ കഥാപാത്രമുണ്ട്. അപ്പോൾ അയാളുടെ ജീവിതവും അയാളുടെ ലൈഫ് എങ്ങനെ ഇത്ര മോശമായി, അപ്പോൾ ഈ ഫ്രണ്ട്സിന് ഇത് മനസ്സിലാക്കിയിട്ട് ഇയാളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഒരു കഥാപാത്രം ഇപ്പോഴും, ഇപ്പോൾ ഈ പടം ഇറങ്ങിയിട്ട് 2016 ഇറങ്ങിയതാണ്. അപ്പോൾ ഈ 6 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഓരോ സ്ഥലത്തിലും ആളുകൾ എന്നോട് ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയും. അപ്പോൾ ഇയാളൊരു ഭീകര ആൽക്കഹോളിക്കാണ്. അപ്പോൾ പല രൂപത്തിലും മദ്യം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പോകുന്ന വഴിക്ക് ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഈ അരേന്ന് ഈ കുപ്പി എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒരു തോട്ടിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കും. ആ തോട്ടിൽ നിന്ന് വെള്ളത്തോട് മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വല്ലതും പറയാം, അത്ര നാച്ചുറലായിട്ട് നിങ്ങളെങ്ങനെ തോട്ടിൽ നിന്ന് വെള്ളം മുക്കി അടിക്കുന്നത്, അത് ഒറിജിനൽ തോട്ടിലെ വെള്ളത്തിൽ അടിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ഒരു കഥാപാത്രം, എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ വേറെയുണ്ട്. ലെഫ്റ്റിലെ കഥാപാത്രം, പുള്ളിപ്പുലി ആട്ടിൻകുട്ടി, 1983 കഥാപാത്രം, അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട്. വാസ്തവം എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം. പക്ഷേ റിയൽ ആസ് എൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് കൂടുതലോ എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളത് ബെന്നി ചാക്കോ ആണ്. ഒരുപാട് ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട്. കാരണം അപ്പോൾ അങ്ങനെ ഈ ഡയറക്ഷൻ സൈഡിലും നല്ല വശമുണ്ട്. അപ്പോൾ മറ്റ് ഡയറക്ടേഴ്സ് ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ മനസ്സിലത് വേറൊരു രീതിയിൽ പോരായിരുന്നോ, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇല്ല, അത് 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ചെയ്യുന്നത് പരസ്യ ചിത്രങ്ങളാണ്. അതും സിനിമയായിട്ട് നമുക്ക് ഒരു കമ്പാരിസൺ ഇല്ല. ഇതൊരു നിശ്ചിത ഒരു 30 സെക്കൻഡ്. പലരും പരസ്യ ചിത്രങ്ങളിൽ വന്നിട്ട് അവർ എടുക്കുന്ന പടങ്ങളെല്ലാം നല്ല മുട്ടായി പോലെ. പരസ്യത്തിന് നമുക്ക് ഒരു കുറച്ച് സമയത്തേക്കുള്ള എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിച്ച് ചെയ്യാം. സിനിമ എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ ഇമോഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഹ്യൂമർ. പരസ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ നന്നാക്കി, പ്ലസൻ്റാക്കി, നല്ല ഭംഗിയാക്കി ഒരു സാധനത്തെ സെല്ല് ചെയ്യാൻ വേണ്ടി പ്രസൻറ്റ് ചെയ്യാനുള്ളത്. സിനിമയിൽ ഡാർക്കർ സൈഡ് വരാം, ഇമോഷൻസ് വരാം, പ്രേമം വരാം, ഇതെല്ലാം വരാം. അപ്പോൾ ഇതിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് ആഡിൽ കൊണ്ടുവരാം. ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ എപ്പോഴും ശ്രദ്ധിക്കുക എന്താണ് സംവിധായകൻ നമ്മളോട് പറയുന്നത്. കാരണം അദ്ദേഹത്തിനായിരിക്കും ഇതിനെക്കുറിച്ചൊരു വിഷൻ പുള്ളിയെ മനസ്സിലൊന്ന് കരുതിയിട്ടുണ്ടാവാം. നമുക്ക് വേണമെങ്കിൽ സജഷൻസ് ചോദിക്കാം, അതും അത് മാറി നിന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ഇങ്ങനെ വേണോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സജഷൻ കൊടുക്കുമ്പോൾ പറയും ഞാൻ ഉദ്ദേശിച്ചേക്കാൾ നല്ല ഇതാണ്, ഇത് ചെയ്തോളാം പറയും. ദിനേഷിൻ്റെ പ്രണയം എന്നാണ് മുട്ടിട്ട് വിരിഞ്ഞത്?
പ്രണയം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ തന്നെ തുടങ്ങി. ആദ്യം ഭക്ഷണത്തോടുള്ള പ്രണയമായിരുന്നു. ഭക്ഷണത്തോടുള്ള പ്രണയമായിരുന്നു. അത് കഴിഞ്ഞപ്പോ ക്രിക്കറ്റിനോടുള്ള പ്രണയമായി, നാടകമായി, മിമിക്രി നാടകമൊക്കെ പോയി, അതെല്ലാം പോയി. അവസാനം ജീവിതത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു സത്യം പറഞ്ഞ പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷെ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു എനിക്കില്ല. ഇത്രത്തോളം അങ്ങനെ എല്ലാവരുമായിട്ട് അടുത്തിടപഴകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈൻഡ് എപ്പോഴും ഈ ക്രിക്കറ്റ് ഇങ്ങനെ പോയി പിന്നെ ലേറ്റർ ഓൺ മാരേജിലേക്ക് വന്നതിന് ശേഷം, മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രണയം തുടങ്ങുന്നത്. കുട്ടി ഒരു മകളുണ്ട്, ഇപ്പോൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വൈഫിന്റെ പേരെന്താണ്? ശ്രീരേഖ. ശ്രീരേഖ എവിടെ? അടുത്താണോ? വീടിൻ്റെ അടുത്താണോ? പെരുമ്പാവൂർ? പെരുമ്പാവൂർ തന്നെ. ഓ ശരി. അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണ്. മകളുടെ പേര് വിഭ എന്നാണ്. എത്ര വയസ്സായി ഇപ്പോഴും? ഇപ്പോൾ മകൾക്ക് 13 വയസ്സായി. 13 വയസ്സായി. ഇപ്പോൾ അന്യഭാഷാ ചിത്രങ്ങളിൽ, അതായത് മദ്രാസ് കഫേനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഹിന്ദിയിൽ വേറെയും കുറച്ച് പ്രോജക്ട്സുകൾ ചെയ്തു. തമിഴിൽ ഇപ്പോൾ ഒരു 2-3 സിനിമകൾ കഴിഞ്ഞു. അത് ശരി, അത് പറഞ്ഞില്ലല്ലോ. ഇല്ല. അപ്പോൾ ഈ തമിഴ് സിനിമയോട് ചെറുപ്പകാലം മുതൽ ഒരു അഭിനിവേശമുണ്ട്. കാരണം നമ്മൾ മലയാളികൾ എപ്പോഴും കാണുന്ന ഒരു സിനിമയായിരുന്നു തമിഴ് സിനിമ. മറ്റ് ഇപ്പം കന്നഡ തെലുങ്കൊന്നും ഇവിടെ റിലീസാവില്ലായിരുന്നു അന്ന്, പക്ഷെ തമിഴ് വരെയായിരുന്നു. നമുക്കത് ഡബ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഈ സിനിമകൾ കണ്ട് തമിഴിനോട് വല്ലാത്തൊരു അഭിനിവേശമുള്ളൊരു മലയാളത്തിലേക്ക് എത്തി കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലുക്കാ ചുപ്പി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഒരു ഡയറക്ടർ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റിനെ കൊണ്ട് വിളിപ്പിക്കുന്നത്. അപ്പം ഞാനവരോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഏത് സിനിമയാണ് കണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇങ്ങനെ ഓൺലൈനിൽ ലുക്കാ ചുപ്പി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഒരു ചെറിയ സിനിമയാണ് തമിഴിൽ, ബക്രീദ് എന്ന് പറയുന്നൊരു മൂവി. ഒരു അക്കാഡമിക്കൽ കൈൻഡ് ഓഫ് മൂവിയാണ്. ഒരു ഒട്ടകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു ഒട്ടകത്തിന് ബക്രീദിന് അറക്കാൻ വേണ്ടി രാജസ്ഥാനിൽ നിന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവരുന്ന ഒട്ടകത്തിന്റെ ഒപ്പം അതിന്റെ കൂടെ കുട്ടി ഒട്ടകമുണ്ട്. അപ്പോൾ ഈ കുട്ടി ഒട്ടകത്തിനെ അറക്കാനും വയ്യ. അപ്പോൾ ഈ കുട്ടി ഒട്ടകത്തിന് ഒരു കൃഷിക്കാരൻ ഏറ്റെടുത്ത് വളർത്തുന്നതും അത് കുറച്ച് വളർന്നു കഴിയുമ്പോൾ അതിന് ഈ തമിഴ്നാട്ടിന് ക്ലൈമറ്റ് പറ്റാതിരിക്കുമ്പോൾ ഇതിനാലും ഉപദ്രവിച്ചാലോ എന്ന് കരുതി തിരിച്ച് രാജസ്ഥാൻ മരുഭൂമിയിൽ ഒട്ടകത്തെ കൊണ്ടുവിടാൻ വേണ്ടി ഇയാൾ ഇവിടുന്ന് പോകുന്ന സ്റ്റോറിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ജേർണിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ റോളാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ സിനിമ. അപ്പോൾ ഇപ്പോൾ ഈ മുമ്പ് പറഞ്ഞത് തന്നെ, അതായത് എന്നെ തമിഴിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്, എനിക്ക് തമിഴ് അറിയാമോ, ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു ഞാൻ റെഡി. നേരെ പോകുന്നു. അവിടെ ചെന്ന് ഇത് ലൊക്കേഷനിൽ ചെന്ന് നിന്നപ്പോഴാണ് ഇത് കുറച്ച് നമ്മൾ ചെന്നൈയിലൊന്നും പോയിട്ട് സംസാരിക്കുന്ന തമിഴ് പോലെ അല്ലോ എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു. കുറച്ച് ഊര് തമിഴാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം അറിയാമെന്നുള്ള രീതിക്ക് ഓക്കെ എല്ലാം പാത്തുക്കലാം എന്നുള്ള രീതിക്ക് ഈ മറ്റേ ഇപ്പോൾ കമലഹാസന്റെ പടത്തിലെ ഡയലോഗ് ഉണ്ട്, ഇന്തമാതിരി നേരത്തിൽ വീരന്മാരെ അടിക്കടി ചൊല്ലുന്ന വാർത്ത പാത്തുക്കലാം എന്ന് പറഞ്ഞാൽ പാത്തുക്കലാം ആറ്റിറ്റ്യൂഡിൽ ഞാൻ നിന്നു. ഈ ഡയലോഗൊക്കെ കൊണ്ടുപോയിട്ട് രാത്രി കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഇംഗ്ലീഷിലൊക്കെ എഴുതിയെടുത്തിട്ട് രാവിലെ വന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഒരു എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് എന്നെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഒരിക്കലും ഈ ഊര് തമിഴായതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിക്കില്ല, നമ്മൾ പറയുമ്പോൾ ഒരു മലയാളം സ്ലാങ് വരുന്ന കരുതിയിട്ട്. പക്ഷെ അവര് വേറൊരാളെ സഹായത്തിന് ഇരുത്തി 2 ദിവസം ഇരുത്തി ഫുൾ എന്നെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിച്ചു. അപ്പം ആ പടത്തിൽ വർക്ക് ചെയ്തതിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആണ് അടുത്ത തമിഴ് പടത്തിലേക്ക് വിളിക്കുന്നത്. പുള്ളി പോയി വർക്ക് ചെയ്ത ഒരു ഫിലിം, അത് കുറച്ചും കൂടി വലിയ സിനിമയായിരുന്നു. നേർക്കൊണ്ട പാർവൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തമിഴിലെ ഫേമസ് ആയിട്ടുള്ള ആക്ടർ തല അജിത്ത് അഭിനയിക്കുന്ന സിനിമ. പക്ഷെ അപ്പോൾ എനിക്കും ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ. അജിത്തിനെ കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിരുന്നില്ല. ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ട് അത്യാവശ്യം നല്ലൊരു സീൻ, ഒരു 5 മിനിറ്റ് വരുന്ന ഒരു സീൻ. ആ സീൻ ഞാൻ പോയിട്ട് ആ പടം ചെയ്തു. ആ പടം ചെയ്തപ്പോഴാണ് ഡയറക്ടർക്ക് എന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു, ഇത്രയും ഡയലോഗൊക്കെ തമിഴ് പറയുമോ എന്നൊക്കെ ചോദിച്ചു വന്നു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത പടത്തിലേക്കാണ് എനിക്കൊരു നല്ല വേഷം കിട്ടുന്നത്. അതും അജിത്തിന്റെ പടമായിരുന്നു. ഇപ്പോൾ റീസെന്റ് റിലീസായ പടമാണ് വലിമൈ എന്നാണ് പടത്തിന്റെ പേര്. വലിമൈ. അതിലെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പോലീസ് കമ്മീഷണറായിട്ട് പടത്തിന്റെ ആദ്യാവസാനമുള്ള ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ ഇപ്പൊ തമിഴ്നാട്ടിൽ അറിയാം, അത്യാവശ്യം അറിയാം. അതിനുശേഷം എന്ത് പേരാണ്? ദിനേശ് പ്രഭാകർ എന്ന് തന്നെയാണ് തമിഴ്നാട്ടിലെ പേര്. അപ്പൊ ആ തമിഴൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പേരെങ്ങനെയാക്കിയത്. അച്ഛന്റെ പേര് പ്രഭാകരൻ എന്നാണ്. അപ്പൊ പ്രഭാകരൻ പ്രഭാകർ ഇട്ടപ്പോ ക്യാപ്റ്റൻ പ്രഭാകർ എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ നമ്മള് നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വടേക്കർ, പടേക്കർ, ടെണ്ടുൽക്കർ, പ്രഭാകർ, അവിടെയും കുഴപ്പമില്ല. അപ്പൊ ഈ പ്രഭാകറിലൂടെ അച്ഛന്റെ ഒരു ഇൻ മാറ്റി ഇറാക്കിയപ്പോ സംഭവം ഓക്കെ ആയി. അപ്പൊ ഇനി ഏത് ഭാഷ പോലും പേരിലും പ്രശ്നമില്ല. അപ്പൊ എല്ലാരും ഒന്ന് മനസ്സിൽ വെച്ചോളൂ, മക്കൾക്ക് പേരിടുമ്പോഴത്തേക്ക് പ്രഭാകരൻ എന്നുള്ള ഇട്ടാൽ മതി, എവിടെയും ചേരും. അതെ, എന്തും ചെയ്യും.